ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിപ്പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വലിയൊരു കൊള്ളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൊള്ളിപ്പുട്ട് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കൊള്ളിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കൊള്ളിയുടെ തൊലി കളയണം. അപ്പോൾ ഞാനിത് തൊലി കളഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള കൊള്ളി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇതുപോലെ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നല്ല സ്പീഡിൽ ചെയ്യുമ്പോഴേ ചിലപ്പോൾ കൈ എങ്ങനെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇതേപോലെ എല്ലാ കൊള്ളിയും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ കൊള്ളി എല്ലാതും ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഉപ്പിട്ടതിന് ശേഷം ഈ കൊള്ളി എല്ലാതും കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ കൊള്ളി നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ട് കളയാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊള്ളി നല്ലപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ കൊള്ളിയിൽ നിന്ന് അതിൻ്റെ പാലിങ്ങനെ പോവും. അപ്പോൾ അത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ പാല് കൊള്ളിയിൽ നിന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊള്ളിയുടെ കട്ട് കളയുന്നത് കേട്ടോ. നല്ല പോലെ കൊള്ളി പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. കൊള്ളിയിൽ തീരെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ ഇതേപോലെ കൊള്ളി എല്ലാതും പിഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കൊള്ളി എല്ലാതും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ വന്ന ഈ പാല് കൊള്ളിയിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കപ്പ ഒന്ന് ഇതുപോലെ ഉലർത്തി കൊടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ഇതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുത്ത കാരണം എല്ലാതും ഓരോരോ ബോളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോൾ വെച്ചിട്ട് നമുക്ക് എന്തായാലും നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ കറക്റ്റ് ആവില്ല. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ ഒന്ന് ഉലർത്തി കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കൊള്ളി നല്ല പോലെ ഉലർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൊള്ളി ഇട്ട് കൊടുക്കാം. വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കൊള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ടും കുറ്റി നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. പുട്ടുണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുമ്പത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വെന്ത് വരട്ടെ കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിത് പഴയ പുട്ടുങ്കുമ്പാണല്ലോ എന്ന്. ശരിയാണ്, ഇത് വളരെയധികം പഴക്കമുള്ള പുട്ടുങ്കുമ്പാണ്. ഏകദേശം എൻ്റെ തന്നെ പ്രായമുള്ള ഒരു പുട്ടുങ്കുമ്പ് തന്നെയാണ്. അത് ഈ പുട്ടുംകുറ്റിയിൽ ആവി വന്ന് 5 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടായിട്ടുണ്ട്. ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കി പുട്ടുണ്ടാക്കാനായിട്ട് നോക്കാം. ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൊള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 കൈ കൊള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൊള്ളി ഇട്ട് കൊടുക്കുക. അവസാനം വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവിക്കാനായിട്ട് നോക്കാം. ആവി വന്നതിന് ശേഷം 5 മിനിറ്റ് കഴിയണം. അതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. നമുക്കിതിപ്പോൾ കപ്പ ഉണക്കി പൊടിച്ചിട്ടും അതുകൊണ്ടും പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ അത് വേറൊരു ടേസ്റ്റാണ്. പച്ചക്കൊള്ളി വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ഈ പുട്ടിനൊപ്പം കഴിക്കാനായിട്ട് ഒരു കറി ഇല്ലെങ്കിലും നമുക്കിത് ഒറ്റയ്ക്ക് കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ പുട്ടിനൊപ്പം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കുക. ഇനി കൊള്ളി എങ്ങനെ മേടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. നമ്മൾ ഈ ആവിയിൽ വെച്ചിട്ട് വേവിക്കുന്ന ആ ഒരു പുട്ടിന്, കൊള്ളിപ്പുട്ടിന് പ്രത്യേക ഒരു സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ശരിക്കും കപ്പ വേവിച്ച ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അത് കഴിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും, അത്രയും ടേസ്റ്റിലൊരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.